ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോമിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിലേക്ക് ഈശോ പ്രവേശിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ ഈശോ പരിശുദ്ധാത്മാവിൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരെ പഠിപ്പിക്കുകയും ഈശോയുടെ സ്വർഗാരോഹണം വരെ അവരുടെ കൂടെയായിരുന്നുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. ഈശോ അവരുടെ കൂടെയായിരുന്നുകൊണ്ട് പഠിപ്പിക്കുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്ത് ഈശോ ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചന ഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദാനം കാത്തിരിക്കും, നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇത് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചന ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഈ നഗരത്തിൽ തന്നെ വസിക്കുക എന്ന് പറയുന്നത് ജെറുസലേമിൽ വസിക്കുക എന്നാണ് നമുക്ക് തിരിച്ചറിയാം. ഈശോ അവരോട് പറയുന്ന ഇപ്രകാരമാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. യോഹന്നാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആത്മാവിൽ സ്നാനമേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈശോ അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞ് അവർ നോക്കി നിൽക്കെ അവൻ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവരെ മറച്ചു കളഞ്ഞു. ശിഷ്യന്മാർ നോക്കി നിൽക്കെ ഈശോ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുകയാണ്. ഈശോ തന്നെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചന ഭാഗത്ത് വീണ്ടും നമ്മളിത് കടന്നു വരുമ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. ശിഷ്യന്മാർ ഈശോയെ കണ്ടില്ല പിന്നീട്. എന്നാൽ അവർ ഈശോയെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടു കൂടി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവർ നിരന്തരം സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഈശോയുടെ ഉയർപ്പിന് ശേഷം 40-ാം ദിവസമാണ് ഈശോ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുക, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. ഉദ്ധിതനായ മിശിഹ, മഹത്വീകൃതനായ മിശിഹ ദൈവസന്നിധിയിലേക്ക് എത്തുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഉത്ഥാനത്തിന് മുൻപ് അവൻ ശിഷ്യന്മാരെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു.
അവൻ ഇന്നും ജീവിക്കുന്നവനാണ്, പൂർണ്ണ ശരീരത്തോടുകൂടി അവരോട് ജീവിച്ചിരിക്കുന്നവനാണ് എന്ന തെളിവിനായി അവരോടൊത്ത് അവൻ ഭക്ഷണം കഴിച്ചിരുന്നു. ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ഉദ്ധിതനായ മിശിഹായെക്കുറിച്ച് ശക്തമായ ബോധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവർക്ക് ശക്തി പൂർവാധികം ലഭിച്ചിരുന്നില്ല. ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കണം. പ്രൈസ് ലോർഡ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ഓരോ കുദാശകളിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിന് പൂർവാധികം ശക്തി പ്രാപിക്കുവാൻ വേണ്ടി അനുദിനം ആരാധനയായ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. എന്നിട്ടും നമുക്ക് വേണ്ടത്ര ശക്തിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തിൻ്റെ ബോധ്യക്കുറവാണ്. സ്വാഭാവികമായും നമ്മളിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നുണ്ട്. അത് പ്രവർത്തനനിരതമാകുന്നില്ല എങ്കിൽ എന്നിൽ ബോധ്യങ്ങളുടെ കുറവുണ്ട് എന്ന് തിരിച്ചറിയുക. ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക, സഭയെടുത്ത് ചിന്തിക്കുക, സഭയെടുത്ത് ജീവിക്കുക. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും യേശുവിന്റെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.